നമസ്കാരം, എല്ലാവർക്കും സിമിസ് ക്യൂസിനിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് മക്ലൂബയാണ്. ഞാൻ സൗദി മക്ലൂബയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് അറബിക് ഫുഡാണ്. നമ്മൾ ഈ മക്ലൂബ എന്ന് പറഞ്ഞാൽ അപ്സൈഡ് ഡൗൺ റൈസ് എന്നാണ് അറബിയിലുള്ള മീനിങ്. ഇതിൻ്റെ അകത്ത് നമ്മളെ വെജിറ്റബിളും ചിക്കനും എല്ലാം കൂടെ ചേരുന്നതുകൊണ്ട് വളരെ രുചികരമായ വിഭവമാണ്. അറബിക് ഫുഡിൽ വളരെ രുചികരമായൊരു വിഭവമാണ് ഈ മക്ലൂബ. തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മക്ലൂബയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 600 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. മക്ലൂബ തയ്യാറാക്കുമ്പോൾ നമ്മൾ റൈസ് എടുക്കുന്ന അതേ അളവിൽ തന്നെ ചിക്കനും എടുക്കണം. അപ്പോൾ 600 ഗ്രാം റൈസാണ് എടുക്കുന്നതെങ്കിൽ 600 ഗ്രാം ചിക്കൻ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ എടുത്ത ചിക്കൻ 600 ഗ്രാം ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുകയാണ്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുകയാണ്. ഒരു കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ അറബിക് മസാല ചേർക്കുകയാണ്. ഇവിടെ ലുലുവിലൊക്കെ തന്നെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അറബിക് മസാല എന്ന് പറഞ്ഞാൽ മതി. അറബിക് മസാല കിട്ടാത്തവർക്ക് ഞാൻ അതിൻ്റെ റെസിപ്പി ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ കഷ്ണമെല്ലാം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് മാറ്റി വയ്ക്കണം. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ചിക്കൻ വേവിച്ച വെള്ളം നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് വെച്ചിരിക്കുന്നത്. അതിന് ഞാൻ ഓയിൽ ഒഴിച്ചിരിക്കുകയാണ്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഞാൻ ഒരു ഇടത്തരം സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എടുത്ത് നമ്മൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ചേർക്കുകയാണ്. രണ്ട് ചുവന്ന തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല ചുവന്ന തക്കാളിയാണ് എടുക്കുന്നത്. ഇത് നല്ല വലിയ തക്കാളിയാണ്. ചെറിയ തക്കാളിയാണെങ്കിൽ 4 എണ്ണം എടുക്കുക. ഇടത്തരമാണെങ്കിൽ 3 എണ്ണം എടുക്കുക. 3 പച്ചമുളക്, ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഈ പച്ചമുളകും ഈ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തത്, അപ്പോൾ നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടെ അടിച്ചെടുത്തത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആ തക്കാളിയുടെ നല്ല കളർ വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ കളറുള്ള തക്കാളി എടുക്കാൻ പറ്റുന്നത്. നല്ല ചുവന്ന തക്കാളി തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല റൈസിന് നല്ല കളറ് കിട്ടും. ഇപ്പം ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈസിന് നല്ല കളറാണ്. ഈ തക്കാളിയുടെയും ഈ മഞ്ഞൾപ്പൊടിയുടെയും കൂടെ കളർ വന്നിട്ട് നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ കളറ് കിട്ടും. രുചി നല്ല ടേസ്റ്റുമാണ്. വെള്ളം 3 കപ്പും പിന്നെ ഒരു 3/4 കപ്പും കൂടെ ചേർത്തു. അപ്പോൾ 3/4 കപ്പ് വെള്ളം ഇതിൽ ചേർത്തു. അപ്പോൾ 3/4 കപ്പ് തക്കാളി ജ്യൂസ് ഉണ്ട്, അതായത് 4.5 കപ്പ്. അപ്പോൾ എല്ലാം കൂടെ ജ്യൂസും ഇതും കൂടെ ചേർത്ത് 4.5 കപ്പ് ഉണ്ട് വെള്ളം. അപ്പോൾ അത്രയും വെള്ളം വേണം നമുക്ക് ഈ അരി വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ അരി കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. 3 കപ്പ് അരിയാണ് ഇത്. 600 ഗ്രാം അരിയുണ്ട്. കുതിർത്ത് ഊറ്റി വെച്ച 3 കപ്പ് അരി ഇപ്പോൾ ഇതിലേക്ക് ചേർത്തു. ഇപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയത്താണ് നമുക്ക് ഉപ്പ് ചേർക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചോറിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. നമുക്കിത് അടച്ച് വെക്കാം. ഇത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഇത് പറ്റിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അരി 3/4 വേവായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ അറബിക് മസാല ഞാൻ 1 ടീസ്പൂൺ ഈ പാത്രത്തിലേക്ക് ഇടുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ചില്ലി പേസ്റ്റ്. ഇത് നമുക്ക് മലയാളികൾക്കൊക്കെ ഒരല്പം എരിവ് ആവശ്യമുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സാധാരണ ആണെങ്കിൽ ഈ അറബിക് മസാല മാത്രം ചേർത്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരല്പം വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരല്പം വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ചിക്കനിൽ പുരട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മസാല തയ്യാറാക്കുന്നത്. അത്യാവശ്യം ഒരല്പം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് വേവിച്ചുകൊണ്ട് ഒരല്പം ഉപ്പ്, മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക.
ഇപ്പോൾ നമുക്ക് നന്നായിട്ട് മസാലയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്, അപ്പോൾ അതിൽ നമ്മൾ മസാല പുരട്ടിയെടുക്കണം. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ സാധാരണ ഫ്രഷായിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ച് അധികം വളരെ സോഫ്റ്റായിട്ട് പുരട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ മസാല നന്നായിട്ട് ഇതിൽ പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ, നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് ഒന്ന് പിടിക്കുമ്പോൾ നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. പാൻ വെച്ചു, ഞാൻ അല്പം ഓയിൽ ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു തിക്കിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ക്യാപ്സിക്കം എടുത്തു, അതും ഇതുപോലെ ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ അരിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് ഫ്രൈ പാനിൽ ഓയിലിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ക്യാപ്സിക്കം റെഡ് കളറിൽ വാങ്ങിച്ചാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഹാഫാണ് എടുത്തത് കേട്ടോ. പച്ച ഒരെണ്ണം എടുത്തു, ഇത് ഹാഫ് ഇതുപോലെ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇത് കുറച്ച് വലിപ്പമുണ്ട്, അതാണ് പകുതി എടുത്തത്. ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വഴുതനങ്ങ അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്കിൽ അരിഞ്ഞെടുക്കണം, ഇതുപോലെ കട്ടി വേണം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ് എടുത്തത്. ഇതുപോലെ വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തക്കാളി വറുക്കാൻ നമുക്ക് അധികം ഓയിൽ വേണ്ട കേട്ടോ, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളെടുത്ത വെജിറ്റബിൾ എല്ലാം തന്നെ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം എണ്ണ കൂടെ ഒഴിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചില്ലേ ആ ചിക്കൻ, അപ്പോൾ നമുക്കിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ട, വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാ ആവശ്യവും ഒന്ന് മുരിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മക്ലൂബ തയ്യാറാക്കാം. ഒരല്പം ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത്. അടിയിൽ കുറച്ച് കട്ടിയുള്ള പാത്രം വയ്ക്കുന്നതല്ല, നോൺ സ്റ്റിക്കിൻ്റെ ഇല്ലെങ്കിൽ അടിയിൽ കട്ടിയുള്ള പാത്രം വയ്ക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു വഴുതനങ്ങയുടെ തൊലി മാത്രം എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തിരുന്നു. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്, അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഓരോരോ വെജിറ്റബിളുമാണ് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ. അപ്പോൾ അങ്ങനെയാണ് ഈ മക്ലൂബ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ തൊലി മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ആദ്യം വെക്കുകയാണ്. ആദ്യം ഈ നോൺ സ്റ്റിക്ക് പാൻ വെച്ചു. ഈ പാൻ ഒന്ന് ചൂടാകുമ്പോൾ അല്പം ഓയിൽ ഒഴിക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത വെജിറ്റബിളും ചിക്കനും ഒക്കെ നമുക്കൊന്ന് അടുക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പം നമുക്കത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വെജിറ്റബിളും ചിക്കനും എല്ലാം ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വെജിറ്റബിളും ചിക്കനും എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 3/4 വേവിൽ വേവിച്ച റൈസ് കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് കേട്ടോ, ആ അരിയൊന്നും ഉടഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളമില്ല, അത് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, അപ്പോൾ അത് എനിക്ക് 3/4 കപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മുഴുവൻ ഇപ്പോൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം.
മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കാവുള്ളൂ. ഈ ചെറിയ ചൂടിൽ നന്നായിട്ട് കുക്കായിട്ട് വരണം എല്ലാം. ഈ വെജിറ്റബിളും ഈ ചിക്കനും എല്ലാം നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മക്ലൂബ തയ്യാറാണ്. ഇപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 40 മിനിറ്റ് എടുത്തു. അപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്ത് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നേരെ തിരിച്ച് ഇടുകയാണ്. അപ്പോൾ ഇത് ഈ മേളിലൊന്ന് തട്ടിക്കൊടുക്കുക. അതിൽ വീഴുമ്പോൾ മേളിൽ ആ പറ്റിയിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം തന്നെ ഇതിലേക്ക് അങ്ങ് വീണോളും. അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഉയർത്താം. അപ്പോൾ കണ്ടോ, നല്ല നമ്മുടെ മക്ലൂബ റെഡി ആയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് കിട്ടിയിട്ടുണ്ട്. മേളിൽ അപ്സൈഡ് ഡൗൺ റൈസ് എന്ന് പറയുന്നത്, ഈ മേളിലാണ് ഇതെല്ലാം ഡെക്കറേഷൻ ചെയ്തിങ്ങനെ ഇരിക്കുന്നത്, അടിയിൽ റൈസും. ഒന്നും ഉടഞ്ഞു പോകാതെ നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ മക്ലൂബ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ രുചികരമായൊരു വിഭവമാണ്. ഈ വെജിറ്റബിൾ എല്ലാം ചേരുന്നതുകൊണ്ടും ഈ ചിക്കനും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ്. ഈ ആവിയിൽ വേവിച്ചിങ്ങനെ എടുക്കുന്നതുകൊണ്ട് നല്ല ചെറിയ ചൂടിലിരുന്ന് ആവിയിൽ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മക്ലൂബയ്ക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ